ഹായ് മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിസ്മാമിയർ, ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് ലൈഫ് കോച്ച് ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെയാണ് നമ്മളുടെ ജീവിതാനുഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന്. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കാനായിട്ട് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ പല ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ട്. അതിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളൊരു ടൂളാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഈ അഫർമേഷനെ കുറിച്ചിട്ട് അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം, കണ്ടു നോക്കുക. അപ്പോൾ ഈ അഫർമേഷൻസ് നമുക്ക് പലതരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് എഴുതാറുണ്ട്, അതേപോലെ മന്ത്രിച്ചുകൊണ്ടിരിക്കാറുണ്ട്, അതായത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. അതേപോലെ തന്നെ ഉപയോഗിക്കാവുന്ന വേറൊരു രീതിയാണ് സബ്ലിമിനൽ ഓഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ സബ്ലിമിനൽ ഓഡിയോനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ലൈഫ് ചേഞ്ചിങ് വീഡിയോസ് കാണുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഈ സബ്ലിമിനൽ ഓഡിയോ എന്ന് പറയുന്നത്? പോസിറ്റീവ് അഫർമേഷനുകൾ പ്രത്യേകതരം തരംഗദൈർഘ്യത്തിൽ വളരെ അവ്യക്തമായിട്ട് എംബഡ് ചെയ്ത് തയ്യാറാക്കുന്നതാണ് സബ്ലിമിനൽ ഓഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര അവ്യക്തമായ രീതിയിൽ പോസിറ്റീവ് അഫർമേഷനുകൾ എംബഡ് ചെയ്യുന്നത്? കാരണം ഇത് നമ്മുടെ ബോധമനസ്സിന് വേണ്ടിയിട്ടല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഉപബോധ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങിച്ചെന്ന് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രൂപപ്പെട്ടിട്ടുള്ള വിശ്വാസങ്ങളെ മാറ്റി എഴുതി പുതിയ വിശ്വാസങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം രീതിയിൽ ഓഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. സബ്ലിമിനൽ ഓഡിയോസ് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് അത് കണ്ണടച്ച് കേട്ടാൽ മാത്രം മതി. അത് നമ്മളുടെ ബോധമനസ്സിന് മനസ്സിലാവില്ല, പക്ഷേ ഉപബോധ മനസ്സിന് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും നമ്മളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാനും അത്തരം ശബ്ദ സന്ദേശങ്ങൾക്ക് കഴിവുണ്ട്. ഇത് ബൈനോറിയൽ ബീറ്റ്സ് ആയിട്ട് നമ്മുടെ ഉപബോധ മനസ്സിനെ ആഴത്തിലേക്ക് ശബ്ദമെത്തിച്ചുകൊണ്ട് കൃത്യമായിട്ട് പുനഃസൃഷ്ടിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഓഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഫർമേഷൻസ് എത്ര ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലും വളരെ വ്യക്തതയോടുകൂടി കേൾക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ അത് നമ്മുടെ ഉപബോധ മനസ്സിനെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് ആ റിസൾട്ട് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ ഈ ഓഡിയോ കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. സബ്ലിമിനൽ ഓഡിയോസ് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. 1. എപ്പോഴും ഹെഡ്സെറ്റ് ഉപയോഗിച്ച് മാത്രം സബ്ലിമിനൽ ഓഡിയോസ് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കില്ല. 2. ഡ്രൈവ് ചെയ്യുമ്പോഴും മെഷീനറീസ് പ്രവർത്തിപ്പിക്കുമ്പോഴും നിങ്ങളിത് കേൾക്കരുത്. 3. നിങ്ങൾ കണ്ണടച്ച് ഒരു പുഞ്ചിരിയോടുകൂടി ഈ ഓഡിയോ കേൾക്കാനായിട്ട് ശ്രമിക്കുക. 4. കുറഞ്ഞത് ദിവസം 2 നേരമെങ്കിലും ഇത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെയോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ കേൾക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതിന് സാധിക്കാത്തവർക്ക് അല്ലാത്ത സമയത്തും ഈ ഓഡിയോ കേൾക്കാവുന്നതാണ്. 5. ഈ ഓഡിയോ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ 5 കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് സപ്ലിമിനൽ ഓഡിയോ കേട്ടാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ പലരും കോമൺ ആയിട്ട് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്, നമ്മളിത് കേൾക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിനെക്കുറിച്ച് വിഷ്വലൈസേഷൻ ചെയ്യണോ വേണ്ടേ, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുമില്ല. നമുക്ക് വിഷ്വലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. പിന്നെ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു അഫർമേഷൻ കേൾക്കാൻ പോലും സാധിക്കില്ല. നമുക്ക് ആകെ ആ ഒരു ബൈറൽ ബീറ്റ്സിൻ്റെ ആ ഒരു മ്യൂസിക് മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ബ്രെയിനിനെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സമയം സ്ട്രെയിൻ കൊടുക്കാതെ നമ്മൾ മാക്സിമം റിലാക്സ് ആയിട്ട് കണ്ണടച്ച് ഒരു പുഞ്ചിരിയോട് കൂടി ഈ ഓഡിയോ കേൾക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇനി നമ്മളിത് എത്ര ദിവസം ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിനിമം ഒരു 21 ദിവസമെങ്കിലും ഈ ഒരു സപ്ലിമിനൽ ഓഡിയോ യൂസ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിത് ചെയ്ത് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടിയേക്കാം, പക്ഷെ അത് താൽക്കാലികമായിരിക്കും.
അത് കണ്ടിട്ട് നമ്മൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെയും പഴയ ആ അവസ്ഥയിലോട്ട് നമ്മൾ പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 21 ദിവസമെങ്കിലും മിനിമം ഈ ഓഡിയോ റിപ്പീറ്റായിട്ട് കേട്ടാൽ മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതൊരു പുതിയ ബിലീഫായിട്ട് രൂപാന്തരപ്പെട്ട് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം നമ്മൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പെർമനൻ്റ് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം 21 ദിവസമെങ്കിലും ഇത് ഉപയോഗിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സപ്ലിമിനൽ ഓഡിയോ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള യൂട്യൂബ് ചാനലിൽ നിന്ന് മാത്രം സപ്ലിമിനൽ ഓഡിയോസ് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പല സപ്ലിമിനൽ ഓഡിയോസിലും പലതരത്തിലുള്ള അഫർമേഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള യൂട്യൂബ് ചാനലുകളിൽ നിന്ന് മാത്രം സപ്ലിമിനൽ ഓഡിയോസ് തിരഞ്ഞെടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ സപ്ലിമിനൽ ഓഡിയോസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.